റൂമൊന്നും ഒഴിവില്ല സാറേ, ഒക്കെ ഫുള്ളാ. റൂമെടുത്ത് താമസിക്കാൻ വന്നതല്ല, ഞാൻ ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ആരെ കുറിച്ച് സാറേ? വല്ല പ്രശ്നമാണോ? പ്രശ്നം പിടിച്ച കേസൊന്നുമല്ല. ദേ ആ കിടക്കുന്ന കാറില്ലേ, ആ വെള്ളവണ്ടി. കക്ഷിയോട് തന്നെ ഉണ്ട്. വന്നപ്പോ തൊട്ട് ഒരേ വെള്ളടിയാ. സാറിന്റെ ആരെങ്കിലും ആണോ? നമുക്ക് വേണ്ടപ്പെട്ടൊരു കക്ഷിയാ. പിന്നെ ചെറിയൊരു ഫീലിങ്സിലായിരുന്നു കക്ഷി, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് പോവാ സാറേ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ തലയിലാവും. പുള്ളി ഏത് റൂമിലാണ് ഉള്ളത്? 209. ഞാൻ പയ്യനോടാ. മോനെ, നീ സാറിന് 209 സാറിനൊന്ന് കാണിച്ചു കൊടുക്കും. കാണാനേ പറ്റൂ, ആള് ബോധമില്ലാതെ കിടക്കുക. സാറ് വാ. ശരി ശരി. സാറൊന്ന് വിളിച്ചോ. ഉണർന്ന ആദ്യം ചോദിക്കുന്ന മദ്യമായിരിക്കും. എഴുന്നേക്കടാ. ഞാൻ പറഞ്ഞില്ല സാറേ, കെട്ടിടങ്ങാൻ സമയമെടുക്കും. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോഴേക്കും രഘുവിനെ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്യണോ സാറേ? വെക്കറ്റ് ചെയ്തിട്ട് ചെയ്താൽ പോരെ? പോരാ, രഘുവിനെ കൊണ്ടുപോകാൻ വേറെ ചിലർ കൂടി വരും. അപ്പൊ അതിനു മുമ്പ് നീ ഇതൊന്ന് ക്ലീൻ ചെയ്യും. ശരി സാറേ, ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്തേക്കാം. ശരി. ചിരു, മഞ്ചാടിക്ക് ക്ലാസ്സിലായിരുന്നോ? ഉദ്ഘാടനം ഇങ്ങനെ അടുത്തതിന്റെ ഓട്ടത്തിലാ, നല്ല തിരക്കിലാ. എന്നാലും ചീരൂനും മോനും ഇടാനുള്ള ഡ്രസ്സ് ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചു. അതിവിടെ തന്നിട്ട് പോവാന്ന് കരുതി വന്നതാ. ഞാൻ ചായ എടുക്കാം. അയ്യോ, ഞാൻ ഇപ്പൊ തൊട്ടു മുമ്പ് കുടിച്ചേ ഉള്ളൂ മഞ്ചാടി. ഇപ്പൊ ചായ ഒന്നും വേണ്ട. എന്താ ഇഷ്ടമായത് നോക്ക്, ഇല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാം. അച്ഛനും ചേച്ചിയൊക്കെ അകത്തുണ്ടല്ലോ അല്ലേ? ഇല്ല, അവര് രഘുവേട്ടന്റെ അടുത്ത് പോയിരിക്കുക. രഘുവേട്ടന്റെ അടുത്തോ? അതെന്താ, രഘുവേട്ടൻ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ഏയ്, അത് പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ രണ്ടുപേരോട് സംസാരിച്ച് എല്ലാം പരിഹരിക്കാലോ എന്ന് കരുതി അമ്പിളി ചേച്ചിയും കൂട്ടിക്കൊണ്ട് പോയതാ. അത് നന്നായി. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഒന്നായി കാണാൻ തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. എല്ലാം നല്ലതെന്നാ. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാവരും ഒന്നാവട്ടെ. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിയണം. അതിനുള്ള സമയമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാലം അനുകൂലമാകുമ്പോഴാണല്ലോ എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇനിയിപ്പോ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത സ്ഥിതിക്ക് നീയും മോനും നാട്ടിലേക്ക് പോരെ. അതോടെ നമ്മുടെ ലൈഫും സെറ്റാവും.
അതൊക്കെ നമുക്ക് നോക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടായില്ലല്ലോ. നീയും മോനും വരുന്നത് കാത്താ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്.